നമസ്കാരം. ഈ മരണം എന്ന് പറയുന്നത് ആരുടെ നേരെ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ നല്ല എന്താ പറയുക, ഒരു അനിയനെ പോലെ എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന, ദിനേശ് ചേട്ടാ എന്ന് വിളിക്കുന്ന ആത്മാർത്ഥയോടെ വിളിച്ചിരുന്ന സിനിമ സീരിയൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അശോകൻ രാത്രി ഉറങ്ങാൻ കിടന്നു, ഒരു പ്രശ്നമില്ലാതെ. നേരം വെളുത്തപ്പോൾ അറ്റാക്ക് വന്ന്, ഹൃദ്രോഗം വന്ന് ആളങ്ങ് പോയി. ഞാൻ വിവരം അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ അശോകൻ എങ്ങനെ മരിച്ചേ? എന്നിട്ട് ഹാർട്ട് അറ്റാക്കായിരുന്നു. ശരി മോനെ വയ്ക്കുമെന്ന് പറഞ്ഞ് വച്ചു. ഞാൻ ശാന്തി കവാടത്തിൽ പോയി അശോകനെ ഇലക്ട്രിക് ചൂളയിലേക്ക് കയറ്റുന്ന അവസാന കാഴ്ച, അകത്തോട്ട് പോകുന്നത് കാണാനുള്ള ധൈര്യമില്ല തന്നെ ഞാൻ മാറിയിരുന്നു. ആ മകൻ കരയുന്ന, രണ്ടും ആൺമക്കളാണെന്ന് തോന്നുന്നു, രണ്ടുപേരും പൊട്ടി പൊട്ടി കരയുന്നു. ഒരു മോൻ്റെ അടുത്ത് നിന്ന് ഞാനാണ് ഫോൺ ചെയ്തത്, ദിനേശ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോകുന്നത്. അല്ലാതെ എന്ത് പറയാനേ അവരോട്. അവിടെ നിന്ന് വന്നിട്ടാണ് ഞാനിത് ചിത്രീകരിക്കുന്നത്. എന്ന് പരിചയപ്പെട്ടു, എവിടെ വെച്ച് പരിചയപ്പെട്ടു അശോകനെ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഓർമ്മയില്ല. അർത്ഥഗർഭമായ ചിരിയോടെ എന്ത് കാര്യവും സീരിയലിനെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഒക്കെ സംസാരിക്കും. ഞാനെന്തെങ്കിലും തമാശകൾ പറഞ്ഞാൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുമായിരുന്നു അശോകൻ. കുറേ സിനിമകളുടെയും സീരിയലുകളുടെയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു. എന്നോട് എപ്പോഴും പറയുമായിരുന്നു, ചേട്ടാ നിങ്ങളുടെ സമയദോഷം മാറും. മങ്കമ്പു സാറിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മങ്കമ്പു സാർ എന്നോട് പറഞ്ഞു, സൂര്യ ടി വിയിൽ ദിനേശിനൊരു സീരിയൽ വാങ്ങിക്കൊടുക്കാമെന്ന്. മങ്കമ്പു സാറ് പറഞ്ഞാൽ അവിടെ അപ്പീലില്ല ചേട്ടാ എന്നൊക്കെ പറയുമായിരുന്നു. മങ്കമ്പു ഗോപാലകൃഷ്ണ സാറും നനച്ചിരിക്കാതെ ഒരു ദിവസം പോയി. സിനിമാക്കാരുമായിട്ട്, മങ്കമ്പ് അടക്കമുള്ള സിനിമാക്കാരുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ ചില ചാനലുകളിലെ ഈ എന്താ പറയുക, ഫിക്ഷൻ ഹെഡുകളായിരിക്കുന്ന ആൾക്കാരുമായിട്ടും അശോകന് നല്ല ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഇനിയും സിനിമ ചെയ്യണം, സീരിയൽ ചെയ്യണമെന്ന് നന്നായി ആഗ്രഹിച്ച, കാശ് മുടക്കാനുള്ളവരെയൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ നല്ല 2 കഥ രണ്ടിടത്ത് കൊടുത്ത് ശരിയാക്കി തരാൻ ചേട്ടാ എന്നൊക്കെ എന്നോട് എപ്പോഴും തുറന്ന് പറയുമായിരുന്നു. മലയാളത്തിലൊരു സിനിമ സംഗീതം കൊടുക്കാനായിട്ട് കീരവാണി തിരുവനന്തപുരത്ത് വന്നല്ല. അപ്പോൾ കീരവാണി പാട്ടുകൾ ഒരുക്കുന്നിടത്ത് എന്നെ വീട്ടിൽ, ഇറ്റലിക്കാരനോ കാനഡക്കാരനോ എന്തോ ആയ ഒരു പ്രൊഡ്യൂസറാണ്, അയാളുടെ മകനെ സിനിമാക്കാരനാക്കാൻ വേണ്ടിയാണ് പുള്ളി സിനിമ എടുക്കുന്നതെന്ന് തുറന്ന് പറഞ്ഞു. സംവിധായകനെ പോലും നിശ്ചയിക്കാതെ പാട്ടൊക്കെ അങ്ങ് കമ്പോസ് ചെയ്യുക കീരവാണി. അപ്പോൾ ലുലുവിലായിരുന്നു അതിൻ്റെ ലോഞ്ചിങ്. അതിനൊക്കെ എന്നെ ക്ഷണിച്ചു. ഞാൻ വരില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച്, അശോകൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ചെന്നത്. അവസാനം അറിയുന്നു, ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കക്ഷിരയിൽ 10 പൈസയല്ല, ഈ വിദേശത്ത് വാസം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഭാര്യയുടെ കീഴിൽ ജീവിക്കുന്നവനായിരിക്കും. 10 പൈസ വരുമാനം കാണില്ല. കുറേ ലൈബിലിറ്റി അശോകൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് അയാൾ മുങ്ങി. അങ്ങനെ കീരവാണി മലയാളത്തിൽ വീണ്ടും ചെയ്യാനിരുന്ന പാട്ട് അല്ലെങ്കിൽ പടം മുടങ്ങി. അതിനെ പറ്റി ഒരുപാട് നിസ്സംഗനായി അശോകൻ എന്നോട് സംസാരിച്ചു. ചേട്ടാ ഞാൻ ഇയാളെ വിശ്വസിച്ചു ചേട്ടാ, എന്നെ ഇങ്ങനെ പറ്റിക്കുമെന്ന് വിചാരിച്ചില്ല ചേട്ടാ എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ പോട്ടെ കളാ, ഒരു അബദ്ധം പറ്റിപ്പോയി, പോട്ടെ, ഒരുപാട് പൈസ എൻ്റെ തലയിൽ വെച്ചിട്ട് പോയി ചേട്ടാ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ദിവസം എന്നെ വിളിച്ച് കേട്ടു, ചേട്ടാ കുട്ടികൾക്ക് മേളിലേക്ക് പഠിക്കാൻ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, ഉപരിപഠനത്തിന് പോകണമെങ്കിൽ നല്ല തുക വേണം. ചേട്ടന് ലുലുവിൻ്റെ യൂസഫ് അലി ബായിയുമായിട്ട് നല്ല ബന്ധമല്ലേ, എന്തെങ്കിലും അദ്ദേഹത്തെ കൊണ്ടൊന്ന് സംഘടിപ്പിക്കാൻ നമുക്ക് പറ്റുമോ ചേട്ടാ എന്നെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അശോക ഗാന്ധിഭവൻ വഴിയാണ് എനിക്ക് അദ്ദേഹത്തിന് ബന്ധം. ഒരുപാട് നേരം സംസാരിച്ചു, കൈ കൊടുത്തു, ഫോട്ടോ എടുത്തു എന്നുള്ളതല്ലാതെ ദിവസവും 100 കണക്കിന് പേരെ കാണുന്ന അദ്ദേഹം എന്നെ ഓർക്കണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, തൊട്ട് താഴെയുള്ള നന്ദൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരനുമായിട്ട് ഞാൻ നല്ല ബന്ധം, വരട്ടെ നമുക്ക് നോക്കാം എന്നൊക്കെ ഞാൻ അശോകൻ്റെ പറഞ്ഞു. അശോകൻ പിന്നെ എവിടെ നിന്ന് ഒപ്പിച്ചെന്ന് തോന്നുന്നു. ഇന്ന് വെളുപ്പിന് എല്ലാം ഇട്ടെറിഞ്ഞ് അശോകൻ പോയി. പാവം, അശോകൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാനൊരു പരുവമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും നിരവധി പേർ എന്നെ വിളിച്ച് ഒരുപാട് ശകാരിച്ചു. ചേട്ടാ ചേട്ടന് വേറെ പണിയൊന്നുമില്ല ചേട്ടാ, ജന്മനാ ഫ്രോഡായ ആ ചെറുക്കന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ എന്തിനാണ് ചേട്ടാ പറയുന്നത്? ചാകാനാണ് പ്രാർത്ഥിക്കേണ്ടവൻ.
ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നോട് പറഞ്ഞൊരു കമൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ദിനേശ് ചേട്ടാ, ഞങ്ങൾക്ക് ചേട്ടൻ ഗാന്ധിജി ആവുന്നതിനോട് ഒട്ടും താല്പര്യമില്ല, ചേട്ടൻ ഭഗത് സിംഗ് ആവണം, ഞങ്ങൾക്ക് അങ്ങനെ കാണാനാണ് ദിനേശ് ചേട്ടനെ ഇഷ്ടം. എന്തിനീ പീറ ചെറുക്കന് വേണ്ടി ചേട്ടൻ സംസാരിച്ചു? ഷൂ നക്കികളുടെ ലെവലിൽ ആയിപ്പോയി ചേട്ടൻ. ആ തല്ലിപ്പൊളി ചെറുക്കൻ ചാകട്ടി ചേട്ടാ, സിനിമ കാണാൻ പോകുന്നവർക്കെങ്കിലും സമാധാനം കിട്ടും, അവന് പ്രാർത്ഥനയല്ല നല്ല ഇടീര കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എന്നെ വിളിച്ച് സംസാരിച്ച്. അവൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലേക്ക് ഓളം കുറയുമ്പോൾ സ്വന്തം തള്ളയെ കൊന്നും അവൻ ഓളം ഉണ്ടാക്കും. ചേട്ടൻ എന്തിനാ അതിൽ കയറി പിടിക്കുന്നത്? ചേട്ടൻ നോക്കിക്കോ, 6 മാസത്തിനകം ആ എരപ്പാളി പറയും അവൻ എയ്ഡ്സ് ആണെന്ന്. അതിട്ടൊക്കെ വേണേൽ കെട്ടിക്കോ എന്ന് ചോദിച്ച് പിറകെ നടന്ന ഏതോ ഒരു നടിയിൽ നിന്നുമാണ് അവന് കിട്ടിയതെന്നും വേണമെങ്കിൽ അവൻ പറയും. കാരണം എന്തും പറയാൻ മടിയില്ലാത്ത തെമ്മാടിയല്ലേ ചേട്ടാ. നാടിനും വീടിനും വേണ്ടാത്ത അലവലാതിയെപ്പറ്റി ചിന്തിച്ച് ചേട്ടൻ എന്തിനാണ് വിഷമിക്കുന്നത്? അവൻ ഫ്രോഡാണ്. ആരൊക്കെയോ അവന് ഇപ്പോഴുള്ള അസുഖങ്ങളുടെ പേരുകൾ പറഞ്ഞു, ട്രീറ്റ് ചെയ്താലും മാറില്ല എന്ന് പറഞ്ഞു. ആരൊക്കെയോ അവന് ചാകാറായ അസുഖം വന്നു എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവൻ തന്നെ പറയുന്ന വീഡിയോകളും ഫേസ്ബുക്കിലെ കുറിപ്പുകളും എനിക്ക് അയച്ചു തന്നു. ലോകത്താരെങ്കിലും ഞാൻ ഇത്ര ദിവസത്തിനും ചാകുമെന്ന് കള്ളത്തരം പറയില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. ആരെങ്കിലും പറയുമോ ഞാൻ മറ്റന്നാൾ ചാവും എന്ന്? പറയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറിയാൽ 2 മാസം ഇനി ജീവിച്ചിരിക്കുള്ളൂ എന്ന് അവനിങ്ങനെ മറ്റേ വാവളം തന്നെ പോലെ ഇരുന്ന് തുറന്ന് പറയുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനതങ്ങ് വിശ്വസിച്ചു. ഇവനൊക്കെ ഏത് ലെവലിലും പോവും എന്ന് ചിന്തിക്കാൻ തോന്നിയില്ല. ഇന്ന് എനിക്ക് വന്ന ഒരു വിഷ്വൽ, ഈ ഫ്രോഡ് മറ്റൊരു ഗജ പോക്കിരിയുടെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നു, ഒപ്പം ഫ്രൂട്ട് സലാഡോ എന്തോ നക്കി തിന്നുകയും ചെയ്യുന്നു. ആ സലാഡിൽ അല്പം സൈനൈഡോ എലി വിഷമോ ചേർത്ത് കൊടുക്കണമായിരുന്നു എന്ന് തോന്നി സത്യമായിട്ട് എനിക്ക്. ദുഷ്ടന്മാരെ പന പോലെ വളർത്തും എന്നാണ് പറയാറ്. പനയല്ല, ഇവനൊക്കെ മുള്ളും ഉരുക്കായി വളരും എന്നാണ് ഇവൻ്റെ ഈ കള്ളത്തരം കേട്ടപ്പോൾ. ആരെങ്കിലും പറയൂ? നിങ്ങൾ അടിച്ചു നോക്കി. എന്നെ ഡോക്ടർമാരെല്ലാം കൈവിട്ടു, മെഡിക്കൽ സയൻസിന് വേണ്ടാതായി, ലുക്കുമിയാണ് എന്നൊക്കെ പറഞ്ഞാലേ ഞാൻ 2 മാസം പോലും ഇനി ജീവിച്ചിരിക്കില്ല, എല്ലാ പേരോടും കാണിച്ച തെറ്റുകൾക്ക് മാപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കും. എന്തെല്ലാം തരത്തിലുള്ള ആൾക്കാരാണ് ഈ ലോകത്തെന്ന് ആലോചിച്ച് നോക്കി. ഇനി ഇവൻ വല്ല വണ്ടി കയറി ചത്താലും ഞാൻ നമ്മുടെ ചാനലിൽ പറയില്ല. ഇവ ഒരു ലൊട്ടിലൊടുക്ക് വണ്ടിയിൽ സ്കൂട്ടറിലൊക്കെയാണല്ലോ യാത്ര. എറണാകുളത്ത് തിരക്കുള്ള റോഡിൽ എവിടെയെങ്കിലും പോയി വണ്ടിയിലടി കയറി ചെന്ന ഭിന്നമായി ചത്താലും നമ്മുടെ ചാനലിൽ ഇനി അവനെപ്പറ്റി പറയില്ല. നന്ദി, നമസ്കാരം.